ഒരു വാർത്തയുള്ളത് കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥർ ആണ് കുറ്റക്കാർ എന്ന് കോടതി പറയുന്നു. പ്രതികളെ സഹായിക്കാൻ സർക്കാർ ശ്രമിച്ചു. ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല എന്ന വിമർശനം കൂടിയാണ് ഉന്നയിക്കുന്നത്. പ്രതി വാർത്താസമ്മേളനം നടത്തിയത് നീതിന്യായ വ്യവസ്ഥയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. പ്രതി ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നുവെന്ന വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വിവാദ ഉത്തരവ് ഇറക്കിയ കെ ബിജു IAS-നെതിരെ കോടതി അലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യും എന്നുള്ളതാണ് വിവരം. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ കെ ബിജു IAS-ന് നേരെ കോടതി ഉന്നയിക്കുന്നത്. അഭിലാഷ്, കോടതി അലക്ഷ്യ നടപടി ആരോപിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത്. കെ ബിജു IAS മറ്റന്നാൾ ഹാജരാകണം. വിവാദ ഉത്തരവ് ഇറക്കിയതിനാണ് ഹൈക്കോടതിയുടെ വിമർശനം. അതുപോലെ ഇടക്കാല ഉത്തരവാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഹൈക്കോടതി. ആദ്യ അനുമതി ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രതി ഉദ്യോഗസ്ഥരുടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നുവെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണ്. അതുപോലെ ഉത്തരവ് അപകടകരവും അനാവശ്യവുമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും കെ ബിജു IAS-നെതിരെ വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരാണ് ഈ വിഷയത്തിൽ കുറ്റക്കാരെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു സിനിമാ ഗാനവുമായി ബന്ധപ്പെട്ട, അതായത് അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന് പറയുന്ന ഒരു സിനിമാ ഗാനവുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു ഉത്തരവാണ് ഇറക്കിയതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രതികൾക്ക് അതുപോലെ അനുകൂലമായിട്ടുള്ള നിലപാട് ആണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സർക്കാർ ക്ഷമിക്കുന്നത് പ്രതികളെ സഹായിക്കാനാണെന്നുള്ള വലിയ വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം സർക്കാരിനെ വിമർശിക്കാനില്ല. ഉദ്യോഗസ്ഥർ, ഈ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരാണോ ഉത്തരവാദി എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല. അതുപോലെ പ്രതി നടത്തിയ വാർത്താ സമ്മേളനം നീതിന്യായ വ്യവസ്ഥയെ ആക്രമിക്കുന്ന തരത്തിലാണ്. എന്തൊക്കെ അസംബന്ധമാണ് നടക്കുന്നതെന്നും കോടതി ചോദിക്കുന്നുണ്ട്. സർക്കാർ അപ്പീൽ നൽകുന്നതിന് ഹൈക്കോടതി എതിരല്ല. പക്ഷേ പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് ഹൈക്കോടതി ഒരു കാലത്തും നിർബന്ധിച്ചിട്ടില്ല. കോടതി വിധിക്ക് അനുസൃതമായി തീരുമാനമെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പിലാക്കിയെന്നാണ് കോടതി വിമർശനമായി ഉന്നയിക്കുന്നത്. എല്ലാ അനാവശ്യവും പറഞ്ഞിട്ടാണ് രണ്ടാം ഉത്തരവിലെ ഖേദപ്രകടനം എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയും കോടതി അലക്ഷ്യ നടപടിയും സ്വീകരിക്കണം. ഏകാധിപത്യ ഭരണമല്ല നടക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുൻ സർക്കാരിനേക്കാൾ മോശം നിലപാടാണ് ഇതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രോസിക്യൂഷൻ അനുമതി നൽകില്ല എന്ന നിലപാടിലാണ് മുൻ സർക്കാർ ഉറച്ചുനിന്നത്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് നൽകിയത് എന്തിനാണ്? പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതി എഴുതി ഉദ്യോഗസ്ഥർക്ക് നൽകിയോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. വലിയ വിമർശനമാണ് അഭിലാഷ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാപ്പപേക്ഷ അംഗീകരിക്കില്ല എന്നുള്ള കാര്യവും ഇത്രയധികം വിമർശനങ്ങൾ ഉന്നയിച്ച ശേഷം കോടതി ചൂണ്ടിക്കാട്ടുന്നു. കോടതി അലക്ഷ്യ നടപടികളുമായി കോടതി മുന്നോട്ട് പോവുകയാണ്. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ നടപടി തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥന് കുറ്റാരോപണ മെമ്മോ നൽകിയിട്ടുണ്ട്. അതുപോലെ ആദ്യ ഉത്തരവ് ഹൈക്കോടതി നൽകാതിരിക്കുന്ന AG-യുടെ നിലപാട് ശരിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.